എന്താ സാർ ശ്രദ്ധിച്ചേക്കണം, നമ്മൾ തമ്മിലൊരു ഒത്തുതീർപ്പിലെത്താം. സാറ് പറഞ്ഞോ, സാറിന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. സാറിനെ സഹായിക്കൊന്നും വേണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം? എന്തിനും റെഡി, ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻ. ഇനി കാറോ ബസ്സോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. വെറുതെ ഇരിക്കും. മേലിൽ ഈ റീഡിന്റെ പേരും പറഞ്ഞ് എന്നെ എന്റെ കുടുംബത്തിലുള്ളവരെ ഉപദ്രവിക്കരുത്. എണീക്കണോ? എണീക്കാൻ. താനെന്നെ വിലക്ക് വാങ്ങിക്കാൻ വന്നിരിക്കുക. തന്നെയും തന്റെ കുടുംബത്തെയും ഞാൻ ഉപദ്രവിക്കും, എന്നാലാവും വിധം. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അപ്പോ സാറിന്റെ തീരുമാനം അതാണ്. പക്ഷെ തീരുമാനിക്കുന്നതിന് മുമ്പ് സാർ ഒരു കാര്യം ചെയ്യണം. മുകളിലത്തെ ബെഡ്റൂമിലെ ഡ്രോയറിന്റെ ഉള്ളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വരണം. അവിടെ എന്താ ഉള്ളത്? ബോംബ്. ബോംബേ സാറേ നോക്ക്. സാറ് നോക്ക്. കൈക്കൂലി കേസിൽ ഒരു ഓഫീസർ അറസ്റ്റ്. പട്ടണത്തിലെ പ്രമുഖനായ. പേടിക്കണ്ട, സാറിനെ കുറിച്ചല്ല, പേപ്പറിൽ ന്യൂസ് വായിച്ചതാ. ഇതെങ്ങനെ എന്റെ മുറിയിൽ വന്നു? ആരാ വെച്ചത്? ആരാ എന്റെ വീട്ടിൽ സ്വർണം കുഴിച്ചിട്ടത്? ഈ ഒരു ബാഗല്ല, ഇതുപോലുള്ള ബാഗുകൾ ഈ വീട്ടിന്റെ പല സ്ഥലത്തും ഞാൻ വെച്ചിട്ടുണ്ട്. മഷിയിട്ട സാറ് കാണില്ല. എന്റെ സുഹൃത്തുക്കൾ CBIയിലുണ്ട്. ഞാൻ അവരെ ടിപ്പ് ചെയ്യും. കിട്ടേണ്ടത് കൃത്യമായി അവരുടെ കൈ കിട്ടും. പിന്നെ സാറ് ഹരിചന്ദ്രനൊന്നും അല്ലല്ലോ. 3500 രൂപ സാലറി വാങ്ങുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കാണുന്നതിനേക്കാൾ എത്ര ഇരട്ടി സാധനങ്ങൾ ഈ വീട്ടിലുണ്ട്. പിന്നെന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. CBIയുടെ ഒരു കേസിൽ സാറ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഒരു കേസ് പെൻഡിങ്ങിലുണ്ട്. ഇതും കൂടെ ആവുമ്പോ ചതിയാ. താൻ എന്നെ ചതിക്കാൻ ശ്രമിക്കുന്നു. എന്താ പറഞ്ഞത്? ചതിയനെന്നോ? ആളെ വിട്ട് എന്റെ വീട്ടിൽ സ്വർണം കുഴിച്ചിട്ട് എന്നെ കുരുക്കാൻ ശ്രമിച്ചതിൽ ചതിയൊന്നുമില്ല. എന്റെ അനിയത്തെ വെറുതെ ഹറാസ് ചെയ്യാൻ വേണ്ടി മാത്രം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചോണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതിൽ കുറ്റമൊന്നുമില്ല. നിങ്ങളെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ മേലാൽ ഞങ്ങളെ അനാവശ്യമായി ഉപദ്രവിക്കരുത്. അതിനൊരു പ്രിക്കോഷൻ എടുത്തു എന്ന് മാത്രം.